എങ്ങനെയാണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുറേ കാലങ്ങൾക്ക് മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് ഇത്. ഇപ്പോഴാണ് ടൈം കിട്ടിയത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കാലമായിട്ട് എന്താ പോസ്റ്റ് ചെയ്യാത്തത്, ഫോണും കാര്യമില്ല ഇപ്പോഴാണൊന്ന് സെറ്റ് ആയത്. അപ്പോൾ നമുക്കിപ്പോൾ പോസ്റ്റ് ചെയ്താലും ഇപ്പം പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കണ്ടാൽ മതിയല്ലോ. ഇത് നമ്മുടെ ദുബായിലെ ഗ്ലോബൽ വില്ലേജ് ആട്ടോ. അതായത് ദുബായ്ക്കും അബുദാബിക്കും ഇടയിലായിട്ട് വരുന്നതാണ് പറയുന്നത്. അത്ര രണ്ടിനും ഒരേപോലെ ഡിസ്റ്റൻസ് ആട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് പോയത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഗ്ലോബൽ വില്ലേജിൽ പോയാൽ നമുക്ക് ഒറ്റയ്ക്ക് കുറേ രാജ്യങ്ങൾ ഒരുമിച്ച് കാണാമെന്നുള്ളൊരു സംഭവമുണ്ട്. അതാണെന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും അവിടെ ഓരോ സ്റ്റാൾ പോലെയായിട്ടും അങ്ങനെയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദുബായിലുള്ള ആൾക്കാരാണെങ്കിലും നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും പോവുകയാണെങ്കിൽ ഗ്ലോബൽ വില്ലേജിലൊന്ന് കാണുന്നത് നല്ല തീരുമാനമായിരിക്കും കേട്ടോ. കാരണം അത്രയും അധികം ഫുഡ് കോർട്ടും ഗെയിംസും എന്താ പറയുക, ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഭയങ്കര ക്രൗഡാട്ടോ. പാർക്കിങ്ങിനും ഏരിയയൊക്കെ ഒരു നല്ലതായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്ര ആൾക്കാരുണ്ട്. ഈ ഒരു സൈഡ് ഫുള്ള് ഒരു വണ്ടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇലക്ട്രോണിക്കിൻ്റെ. നമ്മൾ വിചാരിക്കും കയറുമ്പോൾ നമ്മളിരിക്കും ഇതിപ്പോൾ എല്ലാം എന്തിനാണ് വാങ്ങുന്നത്, പക്ഷെ അത് വാങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമുക്ക് കയ്യിൽ സ്ട്രോളർ ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾ ഒന്നിൽ രണ്ടാൾക്കാരെ വീതി ഇരുത്തിയിട്ടാണ് കൊണ്ടുപോയത്. അതില്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോയതിനെ. അത്രയും നടക്കാനുണ്ട് കേട്ടോ. നിങ്ങൾക്കിതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഓരോ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങൾക്കും വലിയ വലിയ ഷോറൂം കാര്യമായിട്ടോ. സ്പേസ് തന്നെ കുറേ ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ്, വെറൈറ്റി ഫുഡ്സ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അതായത് നമ്മൾ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന ഓരോ സംഭവങ്ങളുണ്ടാവില്ലേ, അതൊക്കെ അവിടെ നമുക്ക് ചെന്നാൽ കിട്ടും. ഒറ്റയടിക്ക് കുറേ രാജ്യങ്ങൾ കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാട്ടോ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഡ്രസ്സാണെങ്കിൽ, ഫുഡാണെങ്കിൽ, ഓർണമെൻറ്റ്സ്, ബാഗ് കാര്യങ്ങൾ, കോസ്മെറ്റിക്, അങ്ങനെ എല്ലാ സാധനവും നമുക്ക് അവിടെ തന്നെ വാങ്ങാൻ കിട്ടും. നമ്മളിപ്പോൾ ഒരു സംഭവം ആഗ്രഹിച്ചിട്ട് പോകുന്നതാണെങ്കിൽ അത് അവിടെ നമുക്ക് വാങ്ങാമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മളിവിടെ ആഫ്രിക്കൻ്റെ പൗലിയൻ എന്നങ്ങോട്ടാണ് പറയുന്നത്. അവിടെ ചെന്നാൽ നമുക്ക് എന്തൊക്കെ സ്കിൻ കെയറിൻ്റെ അകത്തുനിന്ന് പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്നതാണ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊരു രാവിലെ ചെന്നാൽ രാത്രി വരെ കാണാനുള്ള സംഭവം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ പോകുന്ന ആൾക്കാർ മാസ്കും കാര്യമൊക്കെ ഇട്ടിട്ട് പോകുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. അത്രയും ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്, ഇത്രയും ജനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ബി11, നമ്മളെ നാട്ടിലത്തെ സൈൻ11 തന്നെ, പക്ഷേ ഒറിജിനൽ വേർഷൻ. ഇത് കഴിക്കണമെന്ന് കുറേ കാലം ആഗ്രഹിച്ച് നിന്നിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ പോയപ്പോഴാണ് കഴിച്ചത്. ഒരുപാട് നാളത്തെ ആഗ്രഹം ബി11 കഴിക്കണം എന്നല്ല, ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചാൽ പിന്നെ നിർത്താൻ കഴിയില്ല. അങ്ങനെയാണ് അവരെ മേക്കിങ്ങും കാര്യമെല്ലാം വരുന്നത്. കഴിക്കണത് ഇപ്പോൾ നടന്നെന്ന് വരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വന്ന് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ അങ്ങനെ ഫുള്ള് ഒരു പൂള് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പൂളല്ല, ഒരു തടാകം പോലെ ഉണ്ടാക്കിയിട്ട് ബോട്ട് സർവീസൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം എത്രയോ ഏക്കറിലെങ്ങാണ്ടായിരിക്കും തോന്നിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത്രയും സംഭവങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഗെയിമിങ്ങിൻ്റെ ഏരിയ ഉണ്ട്, പിന്നെ ഇങ്ങനെ കുട്ടികൾക്കുള്ള പാർക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ.
ഞങ്ങൾ മെയിനായിട്ട് ഓരോ ഫുഡുകളൊക്കെ ഇങ്ങ് വാങ്ങിക്കുക, എന്നിട്ട് അത് കഴിച്ച് നോക്കുക. പിന്നെ ഞാൻ ബക്ലാവ കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തുർക്കീൻ്റെ പൗലീൻ്റെ അകത്ത് പോയിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ വെറൈറ്റികളുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കൊറിയൻ്റെ ഇതിൽ ചെന്നിട്ട് ഓരോ വെറൈറ്റി ഫുഡുകൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത ഫുഡ് ഐറ്റങ്ങളാണ്. കാരണം നമുക്ക് ഫുഡാണല്ലോ നമുക്ക് ഒന്ന് കഴിച്ച് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്ന സാധനങ്ങൾ. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഇത് അവിടെ കൊറിയൻ്റെ അതിൽ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ, ടിപ്പ് ബോക്സ് എന്ന് പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും അത് ഒരു ബുദ്ധിപരമായൊരു ക്ലിക്കായിരിക്കും. പിന്നെ ഫുള്ള് പാട്ടും കാര്യങ്ങളും ഓരോ പൗലിയൻ്റെ അകത്ത് ഓരോ കൾച്ചറായിട്ടുള്ള പ്രോഗ്രാംസാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ അത്യാവശ്യം ടിക്കറ്റും കാര്യങ്ങളും റേറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്നാലും നമുക്ക് മക്കളൊക്കെ കൊണ്ടുപോകുമ്പം അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പിന്നെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രാജ്യങ്ങളും കയറി വന്ന് ഞങ്ങൾ ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞാൽ കുറച്ച് ടൈമിൽ തിരിച്ച് നാട്ടിലേക്ക് പോകണം. അപ്പം പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഗ്ലോബൽ വില്ലേജ് കഴിഞ്ഞാലേ നമുക്ക് പിന്നെ കവർ ചെയ്യാൻ കഴിയുള്ളൂ ഇതിനകത്തുകൊണ്ട് ഞങ്ങളെല്ലാം ഓടിച്ചാണെങ്കിൽ ഓടിച്ചിട്ട് എല്ലാം കയറി കയറ്റി കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ പിന്നെ ഫുഡിനായിട്ട് ഒരു ഏരിയ തന്നെ ഒരാടെ പിന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അതായത് എല്ലാ ടൈപ്പ് ഫുഡുകളും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോട്ടോ സെക്ഷൻ്റെ ഏരിയ ഉണ്ട്. അങ്ങനെ എടുത്ത് പറയാൻ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് പിന്നെ ഒരു എക്സ്പോ പോലെ ദുബായ് എക്സ്പോൻ്റെ ഒരു ചെറിയൊരു വേർഷൻ തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ കാണാത്ത പല ടൈപ്പ് ഫ്രൂട്ട്സും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് അവിടെ നിന്ന് വരുന്ന ഒരു എന്താ റെഡിൽ ഉള്ള പേരൊക്കെ കേട്ടോ. ഞാനും വിചാരിച്ചത് എങ്ങനെയാണ് ഈ റെഡ് കളർ വരുന്നത്, ഇനി റെഡ് കളറിൽ സോക്ക് ചെയ്ത് വെച്ചാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ സംഗതി എന്തായാലും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മളൊക്കെ അത് കുറേ കഴിച്ചിനു. പിന്നെ അങ്ങനെ ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിങ്ങനെ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ തന്നെയാണ് ഈ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഗെയിംസൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. കവർ ചെയ്തിട്ട് വരാം, കുറേ ഫുഡുകൾ കഴിക്കാം. പിന്നെ ഓരോ രാജ്യത്തിൻ്റെയും അവരുടേതായ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മളെ അതായത് ഉള്ളിലുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലത്തെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. പക്ഷേ അതേപോലെ തന്നെയാണ് ഇത്. പിന്നെ എന്താ പറയുക, ഈ സൗദി രാജ്യങ്ങളുണ്ടാവില്ലേ, ഓരോ പൗലിൻ്റെ അകത്ത് ചെല്ലുമ്പോഴും നമുക്ക് സെയിം ആയിട്ട് തന്നെ തോന്നും. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഫുഡിനായാലും ഡ്രസ്സിലൊക്കെ ആയാലും. പിന്നെ നമുക്ക് അവരെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കുക, അതിൻ്റെ സെക്ഷൻസ് ഉണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജിൽ നിറഞ്ഞ സാധനങ്ങൾക്കൊക്കെ. പുറത്തത്തെ അപേക്ഷിച്ചിട്ട് ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് സാധനമോ കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. പക്ഷേ ഫുഡ് ഐറ്റങ്ങൾ നമ്മൾ കുറേ പിന്നെ ട്രൈ ചെയ്തിന് കേട്ടോ. ഓരോ വെറൈറ്റി വാങ്ങി തന്നെ കഴിച്ചിന്. കാരണം അത് പിന്നെ നമുക്ക് പിന്നെ വാങ്ങാനോ കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ വാങ്ങി ട്രൈ ചെയ്തു.
ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം.